ഹലോ, അപ്പോൾ നമുക്ക് എക്കണോമിക്സ് SCERTയുടെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന്. അപ്പോൾ 7ാം ക്ലാസ്സിൽ ആണ് ഇനി ഒരു എക്കണോമിക്സിൻ്റെ ചാപ്റ്റർ ഉള്ളത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. സാമ്പത്തിക സ്രോതസ്സുകൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ്. ഇതിൽ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് കുട്ടികളെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്താൻ വേണ്ടി സ്കൂളുകൾ നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് സമ്പൂർണ്ണ. അപ്പോൾ ആ പട്ടികയിൽ വിവിധ തരം തൊഴിലുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കൃഷിപ്പണി, ഹോട്ടൽ ജോലി, അധ്യാപനം, പിന്നെ ഫാക്ടറി തൊഴിൽ, സർക്കാർ ഉദ്യോഗം, ചികിത്സ, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട കുറേ പ്രവർത്തനങ്ങളുണ്ട്. അതുകൂടാതെ വ്യവസായം, സേവനങ്ങൾ, ഇതൊക്കെ നമുക്ക് ജോലിയിൽ പെടുത്താവുന്നതാണെന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയെ നമ്മൾ പ്രാഥമിക മേഖല എന്നാണ് അറിയപ്പെടുന്നത്. കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളതുകൊണ്ട് കാർഷിക മേഖല എന്നും ഇത് അറിയപ്പെടുന്നു. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. വ്യവസായത്തിന് പ്രാധാന്യമുള്ള ഈ മേഖലയെ വ്യാവസായിക മേഖല എന്നും വിളിക്കും. പിന്നെ പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതും സേവന മേഖലയിലെ ജോലികളാണ്. ഇവയ്ക്ക് പുറമെ സേവന മേഖലയിൽ വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, IT തുടങ്ങിയവയും ഉൾപ്പെടുന്നു. സേവന പ്രവർത്തനങ്ങളെല്ലാം ചേർന്ന തൃതീയ മേഖല, അതുകൊണ്ട് സേവന മേഖല എന്നും അറിയപ്പെടുന്നു. അപ്പോൾ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പ്രവർത്തനങ്ങൾ ഉള്ളത് പ്രാഥമിക മേഖലയിലാണ്. കൃഷിയാണ് കൂടുതൽ അവിടെ പ്രാധാന്യമുള്ളത് കൊണ്ട് കാർഷിക മേഖല എന്ന് അറിയപ്പെടുന്നു. രണ്ടാമത് പറഞ്ഞത് ഈ പ്രാഥമിക മേഖലയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിച്ചുണ്ടാക്കുന്ന ആ ഒരു പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ് ദ്വിതീയ മേഖല. അപ്പം അവിടെ കൂടുതൽ വ്യവസായത്തിനാണ് പ്രാധാന്യമുള്ളത്, അതുകൊണ്ട് അതിനെ വ്യാവസായിക മേഖല എന്ന് വിളിക്കും. ഇനി ഈ പ്രാഥമികയും ദ്വിതീയമായിട്ടുള്ള മേഖലയിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ സംഭരിക്കുകയോ അല്ലെങ്കിൽ വിതരണമൊക്കെ ചെയ്യുന്ന ആ പ്രവർത്തനങ്ങൾ, സേവന പ്രവർത്തനങ്ങളും, അതായത് നമ്മുടെ വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, IT ഇതൊക്കെ നമുക്ക് തൃതീയപ്പെടുത്താം. അപ്പോൾ സേവന പ്രവർത്തനങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് അതിനെ സേവന മേഖല എന്നും അറിയപ്പെടുന്നു. ഇനി ഇതിലൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എങ്ങനെ ചാക്രികമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം അത് ഒരു പരുത്തി കൃഷി. ഈ പരുത്തി കൃഷിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഉൽപ്പന്നമാണ് കോട്ടൺ. അപ്പോൾ ആ കോട്ടൺ എടുത്തിട്ട് നമ്മൾ ദ്വിതീയ മേഖലയിൽ അതെന്ത് ചെയ്യും? കോട്ടൺ മില്ലിൽ കൊണ്ടുപോയിട്ട് അത് എന്തെങ്കിലും തുണിത്തരങ്ങളാക്കി മാറ്റിയിട്ട് ഇതിനെ വ്യാപാരം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി ടെക്സ്റ്റൈൽസിൽ കൊടുക്കും. അതാണ് തൃതീയ മേഖല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി CSO ഇതിനെ പ്രാഥമിക, തൃതീയ മേഖലയെ തമ്മിൽ വേർതിരിച്ചൊരു പട്ടിക കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് CSO എന്താണെന്ന് നോക്കാം. കേന്ദ്ര സ്ഥിതിവിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് CSO അഥവാ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. സ്ഥിതിവിവര കണക്കുകളുടെ സംയോജനവും വിശകലനവും നടത്തുന്നു. എല്ലാ മേഖലയിലെയും സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് ആസൂത്രണ പ്രവർത്തനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന തരത്തിൽ ചിട്ടപ്പെടുത്തുന്നു. സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗപ്പെടുത്തി ദേശീയ വരുമാനം കണ്ടെത്തുന്നു. ഇതൊക്കെയാണ് CSOൻ്റെ ചുമതലകൾ. ഇനി പ്രാഥമിക മേഖലയിൽ എന്തൊക്കെ വരുന്നുള്ളത് നമുക്ക് നോക്കാം. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, പിന്നെ വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം, ഇതൊക്കെ പ്രാഥമിക മേഖലയിൽ നമുക്ക് പറയാം. ഇനി ദ്വിതീയ മേഖലയിലാണെങ്കിൽ വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, കെട്ടിട നിർമ്മാണം. ഇനി തൃതീയ മേഖലയിലാണെങ്കിൽ വ്യാപാരം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം നമുക്ക് തൃതീയ മേഖലയിൽ പെടുത്താം. ഇനി തൊഴിൽ ലഭ്യത, ഓരോ മേഖലയിലുള്ള തൊഴിൽ ലഭ്യതയെ പറ്റിയിട്ടുള്ള ഒരു പട്ടിക എക്കണോമിക് സർവേ 2012-13 കണക്ക് പ്രകാരം കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ 2011 വരെയുള്ള ആ ഒരു കണക്ക്. അപ്പോൾ 1993 പ്രാഥമിക മേഖലയിൽ 64.9 ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കുറഞ്ഞ് 2011 ആയപ്പോഴേക്കും 53.2 നമ്മൾ അടുത്ത മേഖല, അതായത് ദ്വിതീയ മേഖല നോക്കുകയാണെങ്കിൽ 14.2 ആയിരുന്നു. അത് മാറി 21.5 ഉയർന്നു. തൃതീയ മേഖല 20.9 ആയിരുന്നു. അത് 25.3 ഉയർന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? തൊഴിൽ ലഭ്യത വർദ്ധിച്ചു വരുന്നത് ഏതിലാണ്?
നമ്മുടെ ദ്വിതീയ തൃതീയ മേഖലയിലാണ്, കുറഞ്ഞു വരുന്നത് പ്രാഥമിക മേഖലയിലാണ്. ഇതിപ്പോൾ നമ്മുടെ ഇത്തിരും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് നമ്മൾ ഇനിയിപ്പോൾ ഈ അടുത്ത കാലങ്ങളിലേക്ക് തൃതീയ മേഖലയിലോടാണ് കൂടുതൽ ചായ്വുള്ളത് എന്നുള്ളതും കൂടി ഓർക്കുക. ഈ പട്ടിക പ്രകാരമുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇനി ഭക്ഷ്യോൽപാദനം. സ്വാതന്ത്ര്യം ലഭിച്ചതു മുതൽ ഇന്ത്യ പ്രാഥമിക മേഖലയുടെ വികസനത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. ആസൂത്രണത്തോടെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭക്ഷ്യോൽപാദന രംഗത്ത് ധാരാളം മാറ്റങ്ങൾ ഉണ്ടാക്കി. തൊഴിലവസരങ്ങൾ വർദ്ധിക്കുക മാത്രമല്ല, ഭക്ഷ്യോൽപാദനവും ഗണ്യമായി വർദ്ധിച്ചു. ഇന്ത്യയിൽ വിവിധ കാലഘട്ടങ്ങളിൽ ഭക്ഷ്യോൽപാദന രംഗത്തുണ്ടായ മാറ്റമാണ് ഇതിൽ കൊടുത്താക്കുന്നത്. അപ്പം നമ്മുടെ ഇതും എക്കണോമിക് സർവേ 2012-13 ആ ഒരു കാലഘട്ടം തന്നെയാണ്. നമ്മുടെ ഭക്ഷ്യോൽപാദനം ദശലക്ഷം ടൺ വെച്ചിട്ടാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം 1970 മുതൽ 1971 വരെയുള്ള കാലഘട്ടത്തിൽ 108.4 ദശലക്ഷം ടണ്ണ് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ 2011-12 ആയപ്പോൾ 257.4 ദശലക്ഷം ടണ്ണായിട്ട് ഉയർന്നു. ഇനിയിപ്പോൾ അടുത്തത്, ഈ ഭക്ഷ്യോൽപാദന രംഗത്ത് നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടായെങ്കിൽ കൂടിയും വിതരണത്തിലെ അപാകതയും സാധനങ്ങൾ വാങ്ങുവാനുള്ള വ്യക്തികളുടെ ശേഷിക്കുറവും കാരണം ഇവിടെ എന്തുണ്ടായി? ഭക്ഷ്യ സുരക്ഷ സാധ്യമാക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഇവിടെ എന്തുണ്ടായി? ദാരിദ്ര്യം ഉണ്ടായി. അപ്പോൾ ഈ ദാരിദ്ര്യം എന്താണെന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആസൂത്രണ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം നഗരപ്രദേശങ്ങളിൽ 2100 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ഗ്രാമപ്രദേശങ്ങളിൽ 2400 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയുടെ ദാരിദ്ര്യം 29.8%. ഏറ്റവും കൂടുതൽ ബീഹാറിൽ 53.5%, ഏറ്റവും കുറവ് ഹിമാചൽ പ്രദേശ് 9.5%, കേരളം 12%. ഇതൊക്കെ ഓർക്കുക. 2011-12 സാമ്പത്തിക സർവേ പ്രകാരമാണ്. ആസൂത്രണ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം നഗരപ്രദേശങ്ങളിൽ 2100 ഗ്രാമപ്രദേശങ്ങളിൽ 2400 കലോറിയിൽ താഴെ പോഷകാഹാരം ലഭിക്കുന്നവരൊക്കെ ദാരിദ്ര്യം അനുഭവിക്കുന്നു എന്നും കൂടി ഓർക്കാം. ഇനി അടുത്തത് നമ്മുടെ ഭക്ഷ്യ സ്വയം പര്യാപ്തത. അപ്പോൾ ഈ ഒരു ഭക്ഷ്യസുരക്ഷ വരുത്താൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങളാണ് ഇനി പറയാനുള്ളത്. അതിൽ ആദ്യത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്താണെന്ന് നോക്കാം. ഒരു രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആ രാജ്യം ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാണെന്ന് നമുക്ക് പറയാം. ഇനി ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ കുറച്ച് നമുക്കിതിൽ പഠിക്കാനുണ്ട്. അപ്പം സർക്കാർ പദ്ധതികളായിട്ടുള്ള അന്നപൂർണ, അന്ത്യോദയ അന്ന യോജന, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സ്വർണ്ണ ജയന്തി, ഷഹാരി റോസ്ഗാർ യോജന, ഇതൊക്കെ പദ്ധതികളും പിന്നെ കുറച്ച് പരിപാടികളുണ്ട്. സംയോജിത ശിശു വികസന പരിപാടി, സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി, ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. ഇതിലൊരു പോയിൻ്റ് എന്താണ്? നമ്മുടെ വിതരണത്തിലുള്ള അപാകതയും അതുപോലെ സാധനങ്ങൾ വാങ്ങാനുള്ള വ്യക്തിയുടെ ശേഷിക്കുറവ്. അപ്പോൾ വിതരണത്തിലെ അപാകത കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിന് വിതരണത്തിനായിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നു. അതുകൂടാതെ സാധനങ്ങൾ വാങ്ങാനുള്ള വ്യക്തികളുടെ ശേഷിക്കുറവ്, അതായത് നമുക്ക് പൈസ വേണമല്ലോ, അപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഓരോരുത്തർക്ക് തൊഴിൽ കൊടുത്തു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടി ചേർത്തിട്ടാണ് ഈ സർക്കാർ പരിപാടികൾ അല്ലെങ്കിൽ പദ്ധതികൾ എന്ന് പറയാം. അപ്പോൾ ഇതിൽ കൊടുത്താണ് നമുക്കൊന്ന് വിശദീകരിച്ച് നോക്കാവേ. ആദ്യത്തെ സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. അപ്പോൾ എന്താണ്? വ്യക്തികൾക്ക് കാശ് കിട്ടും. അപ്പം അങ്ങനെ സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു ശേഷി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഇനി അന്നപൂർണ, സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന ഒരു സംഭവമാണ് നമ്മുടെ അന്നപൂർണ. ഇനി അന്ത്യോദയ അന്ന യോജനയാണെങ്കിലോ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു സംഭവമാണ് അന്ത്യോദയ അന്ന യോജന. മാസം 35 കിലോ അരി 3 രൂപയ്ക്കും ഗോതമ്പാണെങ്കിൽ 2 രൂപയ്ക്കും. അതാണ് അന്ത്യോദയ അന്ന യോജന. ഇനി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയും ഉള്ളവർക്ക് തൊഴിൽ, പിന്നെ 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതി. 18 വയസ്സ് പൂർത്തിയായവർക്ക് രജിസ്റ്റർ ചെയ്യാം. ഗുണഭോക്താക്കളിൽ 1/3 സ്ത്രീകളായിരിക്കണം. ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേഷൻ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കണേ. പറ്റുമെങ്കിൽ ഞാൻ ലിങ്കായിട്ട് ഇതിൽ കൊടുത്തേക്കാം.
ഇനി സംയോജിത ശിശു വികസന പരിപാടി നമ്മുടെ അംഗൻവാടി മുഖേന നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണിത്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികളും പിന്നെ ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് ഇതിൻ്റെ ഗുണം കിട്ടും. നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാകുന്നു. ഇനി ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നു. ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയൊക്കെ പണം നൽകുന്ന ഒരു പരിപാടിയാണ് ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം. ഇനി ഉച്ചഭക്ഷണ പരിപാടി പലരും നമ്മളിത് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. എല്ലാ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലെയും 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു സംഭവമാണ് ഉച്ചഭക്ഷണ പരിപാടി. ഇത് സ്കൂൾ മുഖേന പോഷകമൂല്യമുള്ള ആഹാരം ഉറപ്പുവരുത്തുന്നു. ഇനി ഇതിൽ പഠിക്കാനുള്ളതാണ് നമ്മുടെ കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായം. ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ആവശ്യക്കാർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ടതും സർക്കാർ നിയന്ത്രണത്തിലുള്ളതുമായിട്ടുള്ള സ്ഥാപനങ്ങളാണ് നമ്മൾ പൊതുവിതരണ സംവിധാനം എന്ന് പറയുന്നത്. അത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, നമ്മുടെ റേഷൻ കട ഒക്കെ നമുക്കിതിൽ പെടുത്താവുന്നതാണ്. അപ്പോൾ അതിന് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഈ റേഷൻ കട മുഖേന നമുക്ക് അരി, ഗോതമ്പ്, പഞ്ചസാര, മണ്ണെണ്ണ ഇതൊക്കെ ലഭിക്കും. പിന്നെ ഹോർട്ടികോപ്പ് പദ്ധതി അത് വഴിയിട്ട് നമുക്ക് പച്ചക്കറികൾ കിട്ടും. സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്, നന്മ സ്റ്റോർ, നീതി സ്റ്റോർ, ലാഭം സപ്ലൈകോ മാർക്കറ്റ്, മാവേലി സ്റ്റോർ, ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, ത്രിവേണി ഫ്ലോട്ടിംഗ് സൂപ്പർ മാർക്കറ്റ് ഇതൊക്കെ ബാക്കി നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥാപനങ്ങളാണ്. അപ്പം നന്മ സ്റ്റോർ, സപ്ലൈകോ, നീതി, ലാഭം, മാവേലി, ത്രിവേണി ഇതൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ്. പിന്നെ ഇതിലെ ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെ? അപ്പോൾ ആദ്യം നമുക്ക് ആ ബോക്സ് നോക്കാം. ഭക്ഷ്യസുരക്ഷാ നിയമം 2013 പാർലമെൻറ്റ് അംഗീകരിച്ചൊരു നിയമമാണ് ഭക്ഷ്യസുരക്ഷാ നിയമം. ഇതെന്താ? ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ നിയമപരമായിട്ടുള്ള കടമയാണ്. ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കുക. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരൻ്റെ നിയമപരമായിട്ടുള്ള അവകാശമാണ് എന്നുള്ളതാണ് ഈ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 പ്രത്യേകത. ഇനിയിപ്പോൾ നമ്മൾ ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികളാണ് നോക്കുന്നത്. അപ്പോൾ ആ പേപ്പർ കട്ടിങ്സ് തന്നെ നമുക്ക് നോക്കാം. സബ്സിഡി വെട്ടിക്കുറച്ച് കർഷകർ പ്രതിസന്ധിയിൽ, കൃഷിഭൂമികൾ വഴിമാറുന്നു, ഭക്ഷ്യോൽപാദനത്തിൽ ഗണ്യമായ കുറവ്, പ്രകൃതിക്ഷോഭം, ഭക്ഷ്യോൽപാദനം ഗണ്യമായി കുറഞ്ഞു, കർഷകരുടെ സാമ്പത്തിക പ്രതിസന്ധി, യന്ത്രവൽക്കരണം അസാധ്യമാക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് വെല്ലുവിളികൾ എന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന കൃഷിനാശം, കൃഷിഭൂമികൾ മറ്റാവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്, സബ്സിഡി കുറയ്ക്കുന്നത്, യന്ത്രസാമഗ്രികൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥ, കാലാവസ്ഥയിൽ വരുന്ന മാറ്റം, ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്തത്, രാസവളങ്ങളുടെ അമിത ഉപയോഗം, ഭൂമിയുടെ ഫലഭൂയിഷ്ടി നഷ്ടമാക്കുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഭക്ഷ്യോൽപാദനം നേരിടുന്ന ആ ഒരു രംഗം നേരിടുന്ന വെല്ലുവിളികൾ. അപ്പോൾ പ്രകൃതിക്ഷോഭം, കൃഷിഭൂമികൾ മറ്റാവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്, സബ്സിഡി കുറയ്ക്കുന്നത്, യന്ത്രസാമഗ്രികൾ വാങ്ങാൻ കഴിയാത്തൊരവസ്ഥ, പിന്നെന്താ കാലാവസ്ഥയിൽ വരുന്ന മാറ്റം, ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുവാൻ കഴിയാത്തത്, പിന്നെ രാസവളങ്ങളുടെ അമിത ഉപയോഗം, ഭൂമിയുടെ ഫലഭൂയിഷ്ടി നഷ്ടപ്പെടുത്തുന്നത്. ഈ ഇൻഷുറൻസ് പരിരക്ഷയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ബഡ്ജറ്റിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് നമുക്ക് പറ്റുന്ന പോലെ ഒരു വീഡിയോ പോലെ ചെയ്യാവേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്ലാസ്. അപ്പോൾ ക്ലാസ് കേട്ടവർക്ക് എല്ലാവർക്കും താങ്ക് യു. വേറൊരു ക്ലാസ്സായിട്ട് പിന്നെയും വരാവേ.